കെ.പി. ഗണേഷ് കുമാർ SNDP ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് പറഞ്ഞെന്താണ്? ഗണേശനെന്ന് പല പ്രാവശ്യം പറയണമെങ്കിൽ പുണ്യം കിട്ടുമെന്ന് അല്ലേ? ശരിയാണ്. ഏത് ഗണേശനാണ്? വിഘ്നേശ്വരനായ ഗണേശൻ. അവന്റെ തന്തയാണ് നടേശൻ. ആരാണ്? ആരാണ്? ശിവൻ. അവന്റെ തന്തയാണ്. തന്തക്കിട്ട് ഭാരവെക്കുന്നതാണ് ഈ ഗണപതി. ഗണപതി ഒരിക്കലും തന്തക്കിട്ട് ഭാരം വെച്ചിട്ടില്ല. തന്തയെ ബഹുമാനിച്ച് ലോകം കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശിവന് വലം വച്ച് ഞാൻ ലോകം കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞതും, സുബ്രഹ്മണ്യൻ ലോകം ചുറ്റാൻ മയിലിന്റെ പുറത്ത് നടന്നപ്പോൾ ശിവൻ ഗണേശൻ അച്ഛനും അമ്മയ്ക്കും ചുറ്റി. അപ്പൊ അച്ഛനും അമ്മയ്ക്കിട്ടും പാര വെച്ചവനാണ് ഞാൻ ഈ ഗണേശൻ. അപ്പൊ തന്തക്കിട്ട് പാര വെച്ചവൻ ഈ ഗണേശൻ പറ്റി എന്ത് പറയാനാണ്? തന്തക്കിട്ടും മകനിട്ട് അമ്മയ്ക്കിട്ടും പാര വെച്ച പെങ്ങക്കിട്ടും പാര വെച്ചില്ലേ ഈ ഗണേശൻ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. വേണ്ട. ഈ മന്ത്രിസഭയും MLAയും ഒക്കെ ആയതിനാണ് ആ സരിതയെ ഉപയോഗിച്ച് കിട്ടിയതിന്റെ പ്രതിഫലമല്ല ഞങ്ങൾ എല്ലാവർക്കും അറിയല്ല. മന്ത്രിസ്ഥാനം എങ്ങനെ കിട്ടി? MLA സ്ഥാനം കിട്ടി. ആ സരിതയുടെ സ്ഥിതി എന്താണ് ഇപ്പൊ? നിങ്ങൾ തിരക്ക് അവിടെ തിരക്കത്തുണ്ടോ? എത്ര ശബ്ദിച്ച് അറിയില്ല. മരുന്ന് മേടിക്കാൻ കാശുണ്ടോ? അറിയാമോ നിങ്ങൾക്ക്? പിരിവ് നടത്തി എന്തിനാ പിരിവ്? ഇയാൾക്ക് കാശ് കൊടുത്തുകൂടെ? ഇയാൾ വേണ്ട. ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ? ഇപ്പൊ മനസാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് വേണ്ടി പാരലായിട്ട് ട്രാൻസ്പോർട്ട് നടത്താമോ? നിങ്ങൾ തിരക്ക് നോക്കി അയാൾ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ടല്ലോ. ട്രാൻസ്പോർട്ട് സർവീസ് ശരണ്യാണ്. ആ ബസ് എവിടെയൊക്കെ നിർത്തണം? ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവരുടെ അവിടെ പോലും കയറി ഇറങ്ങി ആളെടുത്തിട്ട് പോകും. നിയമചട്ടമായിട്ട് ബാധകമല്ല. പേടിയാണ്. ആരും നിർത്തില്ല. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗണേശൻ. ഒറിജിനൽ ഗണേശനും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനുണ്ട്. ഇത് നടേശനാണ്, ശിവനാണ്. ഈ ശിവന്റെ മകനല്ല അത് വേറെ കണ്ടവലിലുണ്ടായ മകനാണ് ഈ ശിവൻ. ശിവനിലുണ്ടായതാണ്. അല്ല, നിങ്ങൾ ഇതന്നെ എനിക്കൊരു പുല്ലുമില്ലെന്ന്. അത് സാക്ഷാൽ ശിവന്റെതല്ലേ? പുത്രനല്ലേ? ശിവപാർവതിയുടെ പുത്രൻ. ശിവപാർവതിയുടെ പുത്രന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള അപശബ്ദം വരത്തില്ല. അല്ലെങ്കിൽ പറയുക ഞാൻ ഗണപതിയാണ്, എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുന്ന ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഈ സൈസ് പമ്പര വിക്ഷിത്തം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നിങ്ങൾ ആലോചിക്കും. ഈ ട്രാൻസ്പോർട്ട് ജീവനക്കാരോട് ഇത്രയും മോശം പരുഷമായി പെരുമാറുന്ന ആരുണ്ട്? എന്നിട്ട് നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു കുപ്പി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ കുപ്പി എടുത്തതിന് അവൻ എന്തെല്ലാം പറഞ്ഞു സസ്പെൻഡ് ചെയ്യുന്നു. ഇതിന്റെ രാജവാഴ്ച. സാർ ചക്രവർത്തി പോലും ഇങ്ങനെ പെരുമാറില്ല ആരോടും. ഫൂഡൽ മാടമ്പത്തിന്റെ അപ്പുറം അവരുടെ പാരമ്പര്യമല്ല, മാടമ്പി സ്വഭാവമാണല്ലോ. തൽക്കാലം അത്ര പറഞ്ഞു. ഇനി ബാക്കി പിന്നാലെ. മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് ഒരു അനാവശ്യമായ ഇടപെടൽ നടത്തിയതാണ് ഇപ്പോഴത്തെ ഒരു വിവാദത്തിന്. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടല്ല, പാവം റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിന്റെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞില്ല ഈ അഭിപ്രായമൊക്കെ പറഞ്ഞെങ്കിൽ അവർക്ക് തമ്മിൽ രമ്യമായി തീർന്നുവെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണെന്നല്ലേ പറഞ്ഞത്. പിന്നെ നമ്മളെന്തിനാണ് വിഷയമാക്കുന്നത്? വാദിക്കും പ്രതിക്കും കേസില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ കാര്യം? നമുക്ക് തൽക്കാലം നിർത്താം. നന്ദി, നമസ്കാരം.